ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ന് നടക്കാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മാർക്കവും ഗുണ്ടയും കൂടി ചേർന്നിട്ട് സാഗറിനും മഞ്ജുവിനും അതായത് വരന്റെയും വധുവിന്റെ ഡ്രസ്സായിട്ട് അണിഞ്ഞൊരുങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. അത് കാണുമ്പോഴേക്കും സാഗർ പറയണ്ടേ, എന്തിനാ മാർക്കോ ഇതൊക്കെ വാങ്ങിച്ചത്, ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ മഞ്ജുവും പറയണ്ട്, അതെ ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, നിങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം ജീവിതത്തിലേക്ക് കടക്കാനായിട്ട്. ഇന്ന ചേച്ചി ഇത് പിടിക്ക് എന്ന് പെട്ട ആ ഗുണ്ട നമ്മുടെ മഞ്ജുവിന്റെ കയ്യിലേക്ക് കുറച്ച് ഡ്രസ്സുകളും അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ കൊടുക്കുക കേട്ടോ. മഞ്ജു അത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം മാർക്കോ പറയുന്നുണ്ട്, ദേ ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പോകാണ്, പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ ഏതൊരു അവസ്ഥയിലും പരസ്പരം താങ്ങും തണലായിട്ട് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അസൂയ വരുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്ക് അതല്ലട പേടി, മഞ്ജുവിന്റെ കാമുകനായിട്ട് എല്ലാവരും കണ്ടിരിക്കുന്നത് നിന്നെയാണ്, ഇതിന്റെ പേര് നിനക്ക് എന്തെങ്കിലും അതൊന്നും പ്രശ്നമില്ലടാ, നോക്ക് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം കണ്ണൻ സാറിനെയും അതുപോലെ തന്നെ മഹാലക്ഷ്മി മേഡത്തിനെയും അറിയിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറഞ്ഞു, അത് ഇപ്പൊ തന്നെ അറിയിക്കണോ, പിന്നെ അത് വേണ്ടേ, കാരണം നിങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും എനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇയാളെ സ്വീകരിക്കും, പക്ഷെ എന്നെ ഞാൻ മഹാലക്ഷ്മി എടുത്ത് എന്തൊക്കെ തെറ്റാ ചെയ്തെന്ന് നിനക്കറിയാലോ, എടാ എല്ലാം അറിയാം, ആ സമയത്ത് നീ മേഘന്റെ വെറും ഒരു അടിമ മാത്രമായിരുന്നില്ലേ, അതും നമ്മുടെ മഹാലക്ഷ്മി മേഡത്തിന് അറിയാം, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതേ, സമയം പോയി, രണ്ടുപേരും വേഗം വന്നേ, നമുക്ക് മുഹൂർത്ത സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് എത്തണം എന്ന് പറയണം. അങ്ങനെ മഞ്ജു അതുപോലെ തന്നെ സാഗരം കൂടി കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വരുവാട്ടോ. അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ മാർക്ക് എടുക്കുന്നുണ്ട്. ആഹാ, രണ്ടുപേരും സൂപ്പർ ആയിട്ടുണ്ടല്ലോ, സത്യം പറയാലോ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്ടോ ചേരേണ്ടിരുന്നത്, എന്താ ഭംഗി, എന്താ പേരും തമ്മിലുള്ള ചേർച്ച ഒരുപോലെയുണ്ട് രണ്ടുപേരും. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഏതെങ്കിലും മത്സരത്തിൽ ദമ്പതികളുടെ മത്സരത്തിൽ പോയാലേ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുമ്പോഴേക്കും ആ ഗുണ്ട പറയുന്നുണ്ട്, അതെ അതെ എന്തൊരു ചേർച്ച ഇവർ തമ്മിൽ അടുത്തിരിക്കുമ്പോഴും എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് രണ്ടുപേരും നല്ല ചേർച്ചയാണ്. പക്ഷേ ദേ മഞ്ജു ദേ ഈ സാരിയും ദേ ഇവൻ ഈ മുണ്ടും ഷർട്ടൊക്കെ കൊടുത്തുന്നപ്പോഴുണ്ടല്ലോ രണ്ടുപേരും മാറി നിൽക്കും കേട്ടോ. ഇപ്പൊ കണ്ണൻ സാറും മഹാലക്ഷ്മി മേഡം തമ്മിൽ നിൽക്കുന്ന സമയത്ത് നല്ല ചേർച്ചയല്ലേ, ശിവപാർവതിമാരെ പോലെയല്ലേ, അതുപോലെ തന്നെയാട്ടോ നിങ്ങളെ കാണട്ടെ, ഒന്ന് പോടാ, ഇവന്റെ ഒരേ കാര്യങ്ങൾ ഇല്ലടാ, കാര്യത്തിൽ പറഞ്ഞതാണ്. ഹോ, ആ മേഘൻ മഞ്ജുവിന്റെ തലേന്ന് ഒഴിഞ്ഞു പോയപ്പോ തന്നെ മഞ്ജുക്ക് ആ ഒരു മുഖത്ത് ഒരു ഐശ്വര്യമൊക്കെ വന്ന് എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഈ കാര്യം കണ്ണൻ സാറിന് അറിയിക്കണം, ദേ ഈ ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കണം എന്ന് മാർക്കോ പറയുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട മാർക്കോ എന്ന് പറയാണ്. അതെന്താ മഞ്ജു നീ അങ്ങനെ പറഞ്ഞത്, ഇപ്പോ ഏട്ടനൊന്നും അറിയിക്കണ്ട, അറിയിച്ചു കഴിഞ്ഞാൽ ഏട്ടനത് സഹിക്കാൻ പറ്റില്ല, ഏട്ടന് വിഷമമായി പോകും എന്ന് പറയണം. ഇപ്പോഴായാലും അവരറിയേണ്ടതല്ലേ, എന്നാലും പെട്ടെന്ന് പറയണ്ട, അവരറിയുമ്പോ അറിഞ്ഞോട്ടെ, നമ്മളായിട്ട് ഈ കാര്യം അവരോട് പറയണ്ട എന്ന് പറയുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, അതെ അത് തന്നെയാ എന്റെ അഭിപ്രായം, നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനകം തന്നെ അവരെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും, മിക്കവാറും എന്റെ കൂടെ ഒളിച്ചോടി പോയെന്നായിരിക്കും അവരറിയാ എന്ന് പറയാണ്. കാരണം മേഘനാഥൻ അങ്ങനെയായിരിക്കും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവുക. എന്തായാലും മഞ്ജു ഇപ്പോ അവിടെ കാണാനെന്നുള്ള കാര്യം മേഘനും അമ്മയും അവന്റെ പെങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. അവരിപ്പോ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും. ഉണ്ണിയുടെ കരുണയുടെ കാര്യം പറയണ്ടല്ലോ, മഞ്ജു ഏതോ ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പാവം മഞ്ജു ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മി മേഡവും കൂടി ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും അവരൊന്ന് വിളിക്കണം, അവർക്ക് എന്തിനാ ഇങ്ങനെ വിഷമം കൊടുക്കണത്, അവർ പാവങ്ങളല്ലേ, നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ എന്ന് മാർക്കോ പറയണം. എല്ലാം ശരിയാണ്, പക്ഷെ എന്തോ എന്റെ ഏട്ടന്റെ അടുത്തുള്ള മുഖത്ത് നോക്കാൻ എനിക്ക് വല്ലാത്തൊരു പേടി പോലെ, അവരോട് ഒന്നും പറയാതെ ഞാൻ ഇങ്ങോട്ടേക്കല്ലേ വന്നത്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ മഞ്ജു, എന്താ ചോദിക്കുമ്പോ അല്ല മഞ്ജു എന്തുകൊണ്ടാ കണ്ണേട്ടന്റെ അടുത്തേക്ക് പോവാത്തത്, കാരണം കണ്ണേട്ടനെ മഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഏട്ടനല്ലേ, എല്ലാം ശരി തന്നെയാ, പക്ഷെ അവിടെ കണ്ണേട്ടനും ഏട്ടത്തി മാത്രമല്ലല്ലോ ഉള്ളത്, എന്റെ അമ്മയും അതുപോലെ തന്നെ എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ആ അസുര വിത്തും പിന്നെ അവന്റെ ഭാര്യ എല്ലാവരും അവിടെ ഇല്ലേ, അവരെല്ലാവരും എന്താ ചെയ്യണമെന്ന് അറിയാലോ, എന്നെ വീണ്ടും പറഞ്ഞേക്കും അങ്ങോട്ടേക്ക് തന്നെ, കണ്ണേട്ടനെ എന്ത് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ധൈര്യമുണ്ട്, വേണമെങ്കിൽ മേഘനാഥൻ എന്നെ വലിച്ചിറക്കിക്കൊണ്ട് പോകുകയും ചെയ്യും, എനിക്കത് പറ്റില്ല, അതുകൊണ്ടാ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നത്. അതേതായാലും നന്നായി, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് അമ്പലത്തിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കണ്ണനാണെന്നുണ്ടെങ്കിൽ മാർക്കോയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. മാർക്കോ നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് സർ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം എന്ന് പറയാണ്. അങ്ങനെ മാർക്കോ കണ്ണൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. ആ സമയം മഞ്ജുവും അതുപോലെ തന്നെ സാഗറും ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ഇഷ്ട എന്തിനാണ് അവ ഏട്ടൻ വിളിച്ചത്, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വിളിച്ചത് എന്ന് വിചാരിച്ചിട്ട് അവര് പോകുന്നില്ല, മാർക്കോ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മാർക്കോ നേരെ പോണത് നമ്മുടെ
കണ്ണന്റെ അടുത്തേക്കാണ്. കണ്ണന്റെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി ഉണ്ട് കേട്ടോ. അതേസമയം മഞ്ജു ആണെങ്കിൽ ഇനിയിപ്പോ ചേട്ടൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേട്ടന്റെ പ്രതികരണം, എടുത്തിയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയണ്ടേ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിന്നെ എന്തായാലും അവർ പൊന്നുപോലെ സ്വീകരിക്കും. പക്ഷെ എന്റെ കാര്യത്തിലാ വിഷമം. സാഗർ വിഷമിക്കേണ്ട, സാഗറിന്റെ അവർക്ക് നല്ല മനുഷ്യരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാഗറിന്റെ നല്ല മനസ്സ് അവര് മനസ്സിലാക്കും. അവര് തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ സാഗറിനെ സ്വീകരിക്കും എന്നൊക്കെ പറയാണ്. എന്തോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നാണ്. മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കാൻ പോലുള്ള അർഹത എനിക്കില്ലല്ലോ മഞ്ജു. എല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ആ സമയത്ത് മേഘേട്ടന്റെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടിട്ടല്ലേ സാഗരേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് സാഗർ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മഞ്ജു സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സാഗറിന് ആകെ ഒരു ടെൻഷൻ ആവാട്ടോ. അങ്ങനെ കണ്ണന്റെ അടുത്തേക്ക് മാർക്കും എത്തുന്നുണ്ട്. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതെ, ഞങ്ങളൊരു കാര്യം അറിഞ്ഞു, അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാ വിളിച്ചത്. എന്റെ പെങ്ങൾ എവിടെയാടാ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സത്യം പറ മാർക്കോ, എന്റെ പെങ്ങൾ എവിടെ, മഞ്ജു എവിടെയെന്ന്. മഞ്ജു സേഫായിട്ട് വീട്ടിൽ തന്നെയുണ്ട് എന്ന് പറയണം. ആരുടെ വീട്ടില്? എന്റെ വീട്ടില് എന്ന് മാർക്കോ പറയുമ്പോഴേക്കും മഹാലക്ഷ്മി കണ്ണനെ ആകെ ഞെട്ടുവാട്ടോ. നിന്റെ വീട്ടിലോ? അപ്പൊ കാര്യങ്ങളൊക്കെ കേട്ടതൊക്കെ സത്യം തന്നെയാണല്ലേ? എന്താ എന്താ നിങ്ങൾ കേട്ടത് എന്ന് മാർക്കോ ചോദിക്കുമ്പോ, അല്ല മഞ്ജു നിന്റെ കൂടെ ഇറങ്ങി വന്ന കണ്ണേട്ടന്റെ അമ്മയും ആങ്ങളെയൊക്കെ പറയണത്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പറയണം. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോ മാർക്കോ പറയുന്നുണ്ട്, അയ്യോ എന്തൊക്കെയാ നിങ്ങളെ പറയണത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ. ശരിയാ, മഞ്ജു ഇറങ്ങി വന്നത് അവളുടെ കാമുകന്റെ കൂടെ തന്നെയാ. അവൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ തന്നെ. ആ മേഘനാഥൻ പറഞ്ഞ ഒരുത്തിന്റെ കൂടെയൊക്കെ ആരെങ്കിലും പെണ്ണ് ജീവിക്കോ? എന്തായാലും മഞ്ജു ആത്മഹത്യ ചെയ്തില്ലല്ലോ, അതന്നെ വലിയ കാര്യം നിങ്ങൾ വിചാരിക്കേ. എന്തായാലും അവൾ ഇപ്പൊ നല്ലൊരു പയ്യന്റെ കൂടെ തന്നെയാ ഉള്ളത്, അവൾ എന്റെ കൂടെ അല്ല ഇറങ്ങി വന്നത് എന്ന് പറയാണ്. പിന്നെ പിന്നെ ആരുടെ കൂടെയാ അവള് പോയത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും മാർക്കോ പറയണ്ട്, അത് പിന്നെ പറ ആരുടെ കൂടെ എന്റെ പെങ്ങള് പോയത് മാർക്കോ എന്ന് കണ്ണനും ചോദിക്കാണ്. അത് പോയതൊന്നുമല്ല, അവരുടെ വിവാഹം കഴിഞ്ഞു. വേറെ ആരുമല്ല വരൻ, സാഗറാണ്. സാഗറോ? നിങ്ങൾ എന്ത് പരിപാടിയാ മാർക്കോ ചെയ്തത്? നിങ്ങൾക്കൊരു വാക്ക് ഞങ്ങളോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? മഞ്ജു നിയമപരമായിട്ട് മേഘന്റെ ഭാര്യയാണ്. ആ സമയത്ത് സാഗർ എങ്ങാനും അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിയമം തെറ്റിച്ചതിന് രണ്ടുപേരും ഇപ്പൊ കോടതിയിലും ജയിലിലൊക്കെ കിടക്കേണ്ടി വരും. അതെന്തിനാ മേഡം അങ്ങനെ കിടക്കണത്? അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നോ? മേഘന്റെ ക്രൂരതകൾ ചെയ്ത് കണ്ടിട്ട് അവൾ ആത്മഹത്യ ചെയ്യണോ? ഇക്കാലത്തെ പെണ്ണുങ്ങൾ ധൈര്യം കാണിക്കാത്ത പോലെ അവളും ചെയ്യണോ? ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ കൂടെയല്ലേ അവള് പോയത്. കോടതിയിൽ എന്തോ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാം, മേഡം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും സാഗറിന്റെ കൂടെ അവള് സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുമ്പോൾ കണ്ണം പറയണ്ടേ, എങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി മാർക്കോ. നിനക്കെങ്കിലും സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറയായിരുന്നു. സത്യമായിട്ടും നിങ്ങളോട് പറയണമെന്ന് തന്നെയാ, പക്ഷെ അവരുടെ പേരിനെങ്കിലും അവിടെ ഒരു മിന്നുകെട്ട് നടത്തണമെന്ന് ഒരു ആഗ്രഹം തോന്നി. പിന്നെ മഞ്ജുവിനെ നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു മടി. സാഗറിന്റെ കാര്യം പറയുകയും വേണ്ടല്ലോ. എന്നാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിയമപരമായിട്ട് മേഘന്റെയും അവളുടെ ബന്ധം വേർപ്പെടുത്തിട്ട് സാഗറിനെ തന്നെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുമായിരുന്നല്ലോ എന്ന് മഹി പറയുമ്പോഴേക്കും അതിനൊന്നും മറുപടി പറയാതെ നിൽക്കുന്ന മാർക്കോനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.